ഒരു സാധാരണ പൈപ്പ്ലൈൻ പൊട്ടിയാൽ അതെങ്ങനെയാണ് ഒരു തിരഞ്ഞെടുപ്പിന്റെ ഫലം തന്നെ മാറ്റിമറിക്കുന്നത്? അല്ലെങ്കിൽ കുറച്ച് ചെറുപ്പക്കാർക്ക് ജോലിയില്ലാത്തത് ഒരു മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെയാണ് നിർണയിക്കുന്നത്? ഇന്ന് നമ്മൾ ഡേറ്റയുടെ കണ്ണിലൂടെ വളരെ ആഴത്തിൽ നോക്കാൻ പോകുന്നത് കേരളത്തിലെ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തെക്കുറിച്ചാണ്. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിനൊരു പരിഹാരത്തിന്റെ ബ്ലൂപ്രിന്റ് എന്തായിരിക്കാം? നമുക്കൊരുമിച്ച് പരിശോധിക്കാം. അപ്പോ ഈ വിശകലനത്തിലൂടെ നമ്മളൊരു യാത്ര തുടങ്ങുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് നെടുമങ്ങാടിന്റെ ഹൃദയത്തിലേക്കാണ്, അവിടുത്തെ മണ്ണിനെയും മനുഷ്യരെയും അടുത്തറിയാൻ. പിന്നെ ആളുകൾ നേരിടുന്ന യഥാർത്ഥ വെല്ലുവിളികൾ, അവരുടെ ശബ്ദം നമ്മൾ കേൾക്കും. അതിനുശേഷം നിലവിലെ ഭരണ സംവിധാനത്തെയും പഴയ തിരഞ്ഞെടുപ്പുകളെയും ഒക്കെയൊന്ന് കീറിമുറിച്ചു പരിശോധിക്കും. അവസാനം ഈ വിവരങ്ങളെല്ലാം വെച്ച് ഒരു നല്ല ഭാവിക്കായുള്ള ഒരു രൂപരേഖയും മുന്നോട്ടുള്ള വഴിയും നമ്മൾ ഒരുമിച്ച് കണ്ടെത്തും. നമുക്ക് തുടങ്ങാം. എന്താണ് ശരിക്കും നെടുമങ്ങാടിന്റെ ഒരു സ്വഭാവം? നോക്കൂ, ഒരു വശത്ത് പച്ചപ്പ് നിറഞ്ഞ മലയോര പ്രദേശങ്ങൾ, അവിടെ കൃഷിയാണ് പലരുടെയും ജീവിതമാർഗം. എന്നാൽ മറുവശത്തോ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തിന്റെ തിരക്കുകളിലേക്ക് പതുക്കെ ലയിച്ചു ചേരുന്ന ഗ്രാമങ്ങളും പട്ടണങ്ങളും. ഈയൊരു ഗ്രാമീണ നഗരമിശ്രിതമാണ് നെടുമങ്ങാടിന്റെ രാഷ്ട്രീയത്തെ ഇത്ര സവിശേഷമാക്കുന്നത്. കാരണം ഒരു കർഷകന്റെ ആശങ്കകളും നഗരത്തിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ സ്വപ്നങ്ങളും ഇവിടെ ഒരേ ബൂത്തിലാണ് വോട്ട് ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ സാമൂഹിക ഘടനയിലേക്കൊന്ന് നോക്കാം. ഏകദേശം 2.5 ലക്ഷത്തോളം ജനസംഖ്യയുണ്ട്. അതിൽ 70% ഹിന്ദുക്കളാണ്. പിന്നെ ഒരു 18% മുസ്ലിമുകളും 12% ക്രിസ്ത്യാനികളും. ഇതിൽ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കണക്കുണ്ട്. പട്ടികജാതി വിഭാഗം ഏകദേശം 10% വരും. പട്ടികവർഗ വിഭാഗം വളരെ കുറവാണ്. ഈ സംഖ്യകൾ വെറും കണക്കുകളല്ല, ഇവിടത്തെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ അടിത്തറയാണ്. നെടുമങ്ങാട്ടെ വോട്ടിംഗ് പാറ്റേൺ അത്ര സിമ്പിളല്ല. അതിനു പിന്നിൽ സങ്കീർണമായ ചില സാമൂഹിക കണക്കുകളുണ്ട്. ഉദാഹരണത്തിന് ഈഴവ വോട്ടുകൾ. അത് ഒരു മുന്നണിക്കും സ്ഥിരമായി കിട്ടാറില്ല. അത് എപ്പോഴും 2 മുന്നണികൾക്കിടയിലും മാറിമറിയും. അതേസമയം നായർ, മുന്നോക്ക ഹിന്ദു വോട്ടുകൾക്കായി എപ്പോഴും കടുത്ത മത്സരമാണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ ശരിക്കുള്ള കിങ് മേക്കർ ആരാണെന്നറിയാമോ? ആ 10% വരുന്ന പട്ടികജാതി വിഭാഗമാണ്. ആരുടെ വികസന വാഗ്ദാനങ്ങളിലാണോ അവർക്ക് വിശ്വാസം വരുന്നത്, അങ്ങോട്ട് ആ വോട്ടുകൾ ചായും. മുസ്ലിം സമുദായം പൊതുവെ ഇടതുപക്ഷത്തോടൊരു ചായ്വ് കാണിക്കാറുണ്ട്. ഈ സമവാക്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നവർക്കേ നെടുമങ്ങാട് വിജയിക്കാൻ കഴിയൂ. ശരി, ഈ സാമൂഹിക പശ്ചാത്തലത്തിലൊക്കെ ജീവിക്കുന്ന സാധാരണക്കാർക്ക് ശരിക്കും എന്താണ് വേണ്ടത്? അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കവരുടെ ശബ്ദമൊന്ന് കേൾക്കാം. ഈ മണ്ഡലത്തിലെ ഭരണപരമായ പ്രധാന പ്രശ്നങ്ങളിലേക്ക്. ഈ സംഖ്യ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. 4980. ഇതൊരു വെറും കണക്കല്ല. കഴിഞ്ഞ 4 വർഷത്തിനിടെ നെടുമങ്ങാട് മാത്രം റിപ്പോർട്ട് ചെയ്ത പൈപ്പ്ലൈൻ പൊട്ടലുകളുടെ എണ്ണമാണിത്. ഓരോ പൊട്ടലും ഒരു കുടുംബത്തിന് കുടിവെള്ളം മുടങ്ങുന്നതിന്റെ, ഒരു ദിവസത്തെ ജോലികൾ മുഴുവൻ താളം തെറ്റുന്നതിന്റെ കഥയാണ് നമ്മളോട് പറയുന്നത്. ജലക്ഷാമം ഇവിടെ ഒരു വലിയ യാഥാർത്ഥ്യമാണ്. വെള്ളം മാത്രമല്ല പ്രശ്നം, അടുത്തത് റോഡുകളാണ്. തിരുവനന്തപുരത്തേക്കുള്ള പ്രധാന പാത ഈ മണ്ഡലത്തിന്റെ ജീവനാഡിയാണ്. പക്ഷേ ഇന്നും അതൊരു ഒറ്റവരി പാതയായി തുടരുന്നു. ഇതൊരു ട്രാഫിക് ബ്ലോക്ക് മാത്രമല്ല, ഇവിടത്തെ കച്ചവടത്തെയും വികസനത്തെയും പിന്നോട്ടു വലിക്കുന്ന ഒരു വലിയ തടസ്സമാണ്. ഈ റോഡ് വികസിപ്പിക്കാനുള്ള പദ്ധതികൾ കടലാസിലുറങ്ങുമ്പോൾ ജനങ്ങളുടെ വിലപ്പെട്ട സമയമാണ് ഓരോ ദിവസവും വഴിയിൽ നഷ്ടപ്പെടുന്നത്. ഈ കണക്കുകൾ സംസാരിക്കുന്നത് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ചാണ്. 1/3 വോട്ടർമാരും, അതായത് ഏകദേശം 31% പേരും പറയുന്നത് തൊഴിലില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നാണ്. പുതിയ വ്യവസായങ്ങൾ വരാത്തതിലുള്ള നിരാശ ഇതിൽ വളരെ വ്യക്തമാണ്. തൊട്ടുപിന്നാലെ അടുക്കളയുടെ ബജറ്റ് താളം തെറ്റിക്കുന്ന വിലക്കയറ്റവും. അപ്പോ പൊട്ടിയ പൈപ്പും തകർന്ന റോഡും മാത്രമല്ല, ഒരു നല്ല ജോലിയും ന്യായമായ വിലയും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമാണെന്ന് ഈ ഡേറ്റ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ജനങ്ങളുടെ ഈ ആവശ്യങ്ങളോടെല്ലാം നിലവിലെ ഭരണ സംവിധാനം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നമുക്ക് ഇപ്പോഴത്തെ നേതൃത്വത്തെ നിഷ്പക്ഷമായൊന്ന് വിലയിരുത്തി നോക്കാം. നിലവിലെ MLA അഡ്വക്കേറ്റ് GR അനിലിന്റെ പ്രകടനം നമ്മൾ പരിശോധിച്ചാൽ അദ്ദേഹത്തിന് ചില ശക്തമായ പ്ലസ് പോയിന്റുകളുമുണ്ട്, ഒപ്പം ചില ദൗർബല്യങ്ങളുമുണ്ട്. സംസ്ഥാന മന്ത്രി എന്ന നിലയിലുള്ള പദവി ഒരു വലിയ കരുത്താണ്. CPIയുടെ ശക്തമായ പാർട്ടി മെഷീനറി, 2021 ആധികാരികമായ വിജയം,
ഇതൊക്കെ അദ്ദേഹത്തിന്റെ ശക്തിയാണ്. പക്ഷേ അദ്ദേഹം മണ്ഡലത്തിലെ ഒരു സ്ഥിരം താമസക്കാരനല്ല എന്നൊരു ആക്ഷേപമുണ്ട്. വെള്ളം, റോഡ് പോലുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഇതുവരെ ശാശ്വത പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. പോരാത്തതിന് ഭക്ഷ്യമന്ത്രി എന്ന നിലയിൽ വിലക്കയറ്റത്തിന്റെ പേരിലുള്ള ജനങ്ങളുടെ ദേഷ്യവും അദ്ദേഹം നേരിടേണ്ടിവരുന്നു. ഭരണനിർവഹണം ഒരു സ്കോർ കാർഡായിട്ട് നോക്കിയാൽ ചിത്രം കുറച്ചുകൂടി വ്യക്തമാകും. ക്ഷേമ പദ്ധതികളുടെ കാര്യമെടുത്താൽ ഒരു മീഡിയം റേറ്റിംഗ് കൊടുക്കാം. കാരണം പദ്ധതികളൊക്കെയുണ്ട്, പക്ഷെ അത് അർഹരായവരിലേക്ക് എത്തുന്നതിൽ ചില താമസങ്ങളും തടസ്സങ്ങളുമൊക്കെയുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യവും ഏകദേശം അതുപോലെ തന്നെ. പ്രോജക്റ്റുകൾക്ക് അനുമതി കിട്ടുന്നുണ്ട്, പക്ഷെ അതിന്റെ ഗുണം ജനങ്ങളിലേക്ക് എത്താൻ ഒരുപാട് വൈകുന്നു. എന്നാൽ പാർട്ടി കാഡറിലുള്ള വിശ്വാസം അത് വളരെ ഉയർന്നതാണ്. സിപിഐയുടെ കാഡർ സംവിധാനം വളരെ വിശ്വസ്തവും ചിട്ടയുള്ളതുമാണ്. ഇവിടെയാണ് നമ്മളൊരു അടിസ്ഥാന തത്വം ഓർക്കേണ്ടത്. ഓരോ വ്യക്തിയുടെയും അന്തസ്സ് അത് നമ്മുടെ ഭരണഘടനയുടെ കാതലായ ഒരു മൂല്യമാണ്. സർക്കാർ സേവനങ്ങൾ മുടങ്ങുമ്പോൾ അല്ലെങ്കിൽ കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കാതെ പോകുമ്പോൾ അത് വെറുമൊരു അസൗകര്യം മാത്രമല്ല, അത് ഓരോ പൗരന്റെയും ആത്മാഭിമാനത്തിന് ഏൽപ്പിക്കുന്ന ഒരു മുറിവാണ്. ആ പൊട്ടിയ പൈപ്പിലൂടെ ഒഴുകിപ്പോകുന്നത് വെള്ളം മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയും അന്തസ്സുമാണ്. ഇനി നമുക്ക് നെടുമങ്ങാടിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞുനോക്കാം. കാരണം ഈ സംഖ്യകൾക്ക് പിന്നിൽ ഈ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ മനസ്സ് കാലാകാലങ്ങളിൽ എങ്ങനെ മാറിമറിഞ്ഞു എന്നതിന്റെ വ്യക്തമായ ഒരു കഥയുണ്ട്. ഈ രണ്ട് തിരഞ്ഞെടുപ്പുകൾക്കിടയിൽ നെടുമങ്ങാടിന്റെ രാഷ്ട്രീയം ശരിക്കും അടിമുടി മാറി. 2016 ഒരു കടുത്ത ത്രികോണ മത്സരത്തിന്റെ പ്രതീതിയായിരുന്നു. LDFും UDFും തമ്മിൽ നേരിയ വ്യത്യാസം മാത്രം. BJP ആണെങ്കിൽ വളരെ ശക്തമായ ഒരു മുന്നേറ്റം നടത്തി. പക്ഷേ 2021 എത്തിയപ്പോഴേക്കും ചിത്രം മൊത്തത്തിൽ മാറി. LDF അവരുടെ വോട്ട് വിഹിതം ഗണ്യമായി വർദ്ധിപ്പിച്ച് ഒരു നിർണായക വിജയം നേടി. അപ്പോ എന്താണ് ഈ മാറ്റത്തിന് കാരണം? ആരുടെ വോട്ടുകളാണ് LDFന് അനുകൂലമായി മാറിയത്? നമുക്ക് അടുത്ത സ്ലൈഡിൽ അത് നോക്കാം. 2021 കഥ വളരെ വ്യക്തമാണ്. ഇടതുമുന്നണിയുടെ വോട്ട് വിഹിതം ഒറ്റയടിക്ക് 9% കൂടി. ഇത് പ്രധാനമായും സംഭവിച്ചത് 2016 BJPക്ക് കിട്ടിയ വോട്ടുകളിൽ ഒരു വലിയ ചോർച്ചയുണ്ടായപ്പോഴാണ്. ആ വോട്ടുകളിൽ നല്ലൊരു ഭാഗം LDFിലേക്ക് പോയി. അതേസമയം കോൺഗ്രസിന് അവരുടെ വോട്ട് വിഹിതം കൂട്ടാൻ കഴിഞ്ഞതുമില്ല. ഇത് കാണിക്കുന്നതെന്താണ്? LDF അവരുടെ അടിസ്ഥാന വോട്ടുകൾക്കപ്പുറത്തേക്ക് കടന്ന് ഒരു പുതിയ വിഭാഗം വോട്ടർമാരെ ആകർഷിക്കുന്നതിൽ വിജയിച്ചു എന്ന് തന്നെയാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് യഥാർത്ഥ പരിഹാരം നൽകുന്ന ഒരു ഭരണമാതൃക എങ്ങനെ രൂപപ്പെടുത്താൻ കഴിയും? ഒരു ബദൽ മുന്നോട്ടുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു കക്ഷിക്കും പിന്തുടരാവുന്ന ഒരു തന്ത്രപരമായ രൂപരേഖയാണിത്. ഇതാ ഒരു 3 കർമ്മപദ്ധതി, ജനങ്ങളുടെ പ്രധാന ആശങ്കകളെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന ഒന്ന്. ഒന്നാമത്തേത് തൊഴിൽ. പോത്തൻകോടിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് അവിടെ ഒരു IT അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഹബ് സ്ഥാപിക്കുക. അതോടൊപ്പം ഗൾഫിൽ നിന്നും മടങ്ങിയെത്തിയ പ്രവാസികളുടെ വൈദഗ്ധ്യം നാടിനുവേണ്ടി ഉപയോഗിക്കാൻ ഒരു പ്രത്യേക മിഷൻ. രണ്ടാമത്തേത് അടിസ്ഥാന സൗകര്യം. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ആ ഹൈവേ വികസനം ഒരു ടൈം ലൈൻ വെച്ച് പൂർത്തിയാക്കുമെന്ന് ഉറപ്പു നൽകുക. ജലവിതരണ ശൃംഖല അടിമുടി നവീകരിക്കുക. മൂന്നാമത്തേത് ക്ഷേമം. ജില്ലാ ആശുപത്രിയെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്തുക. റേഷൻ വിതരണം പോലുള്ള അടിസ്ഥാന സേവനങ്ങൾ ഒരിക്കലും മുടങ്ങാതെ ജനങ്ങളിലേക്കെത്തുന്നു എന്ന് ഉറപ്പാക്കുക. ഒരു വിജയകരമായ രാഷ്ട്രീയ ബദലിന് 4 മുഖങ്ങളുള്ള ഒരു തന്ത്രം ആവശ്യമാണ്. നമുക്കിതിനെ ചതുർമുഖ തത്വം എന്ന് വിളിക്കാം. ആദ്യത്തേത് ശിവന്റെ ഭാവമാണ്. ഇത് വ്യക്തികളെ ആക്രമിക്കലല്ല, മറിച്ച് ഭരണ സംവിധാനത്തിലെ കഴിവുകേടുകളെയും പരാജയങ്ങളെയും നിർദ്ദയം തുറന്നുകാട്ടലാണ്. രണ്ടാമത്തേത് വിഷ്ണുവിന്റെ ഭാവം, അതായത് സ്ഥിരത. സാമൂഹിക ഐക്യവും ഉത്തരവാദിത്തമുള്ള ഭരണവും ഉറപ്പു നൽകി ജനങ്ങളിൽ വിശ്വാസമുണ്ടാക്കിയെടുക്കുക. മൂന്നാമത്തേത് ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണ്. തൊഴിലിനും വികസനത്തിനുമായി പുതിയ നൂതനമായ ആശയങ്ങൾ മുന്നോട്ടുവയ്ക്കുക. അവസാനമായി ദുർഗയുടെ സംരക്ഷണം. വിളക്കയറ്റം പോലുള്ള കഷ്ടപ്പാടുകളിൽ നിന്ന് സാധാരണക്കാരനെ സംരക്ഷിക്കുന്ന ഒരു കവചമായി മാറുക. ഈ 4 ഭാവങ്ങളും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു യഥാർത്ഥ ബദലുണ്ടാകുന്നത്. ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു പ്രധാനപ്പെട്ട മൂല്യമുണ്ട്. ഇന്ത്യയുടെ പുതിയ സ്വകാര്യതാ നിയമം, അതായത് DPDP ആക്ട് പറയുന്നത് ഓരോ പൗരന്റെയും വ്യക്തിപരമായ വിവരങ്ങൾ വളരെ വിലപ്പെട്ടതാണെന്നും അത് അവരുടെ സമ്മതമില്ലാതെ ഉപയോഗിക്കാൻ പാടില്ലെന്നുമാണ്. യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനമെന്നത് വോട്ടർമാരുടെ ഫോണിലേക്ക് അനുവാദമില്ലാതെ മെസ്സേജുകൾ അയക്കുന്നത് മാത്രമല്ല, അത് ഓരോ വ്യക്തിയെയും ബഹുമാനിക്കുന്ന, അവരുടെ സ്വകാര്യതയെ മാനിക്കുന്ന, വിശ്വാസത്തിൽ കെട്ടിപ്പടുത്ത ഒരു ബന്ധമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് നമ്മൾ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പരാതികൾ കേൾക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് യഥാർത്ഥ ഭരണത്തിലേക്ക് നെടുമങ്ങാടിന് എങ്ങനെ മുന്നോട്ടു പോകാൻ സാധിക്കും? അതാണ് ഇനി നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം.
അപ്പോൾ നെടുമങ്ങാടിന്റെ ഭാവി ആരുടെ കയ്യിലായിരിക്കും? ഏറ്റവും ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നവരുടെ കയ്യിലോ? അതോ ജനങ്ങളുടെ ഹൃദയമിടിപ്പ് ഏറ്റവും ശ്രദ്ധയോടെ കേൾക്കുന്നവരുടെ കയ്യിലോ? ഒരു പൊട്ടിയ പൈപ്പ് എന്നത് വെറുമൊരു സാങ്കേതിക പ്രശ്നമല്ല, അത് ഒരു കുടുംബത്തിന്റെ ഒരു ദിവസത്തെ മുഴുവൻ കഷ്ടപ്പാടാണെന്ന് തിരിച്ചറിയുന്ന നേതാവിനെയാണ് ജനങ്ങൾക്ക് വേണ്ടത്. ആഴത്തിലുള്ള ആ ഒരു തിരിച്ചറിവാണ് യഥാർത്ഥ രാഷ്ട്രീയം. ആത്യന്തികമായി നമുക്ക് വേണ്ടത് ജനങ്ങളെ ഭരിക്കുന്ന ഒരു ഭരണാധികാരിയെയല്ല, മറിച്ച് ജനങ്ങളെ സേവിക്കുന്ന ഒരു സംവിധാനത്തെയാണ്. തങ്ങളുടെ യഥാർത്ഥ അധികാരം വരുന്നത് ജനങ്ങളെ ശാക്തീകരിക്കുന്നതിലൂടെയാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സർക്കാർ. അതുതന്നെയാണ് എല്ലാ രാഷ്ട്രീയത്തിനും അതീതമായ യഥാർത്ഥ ലക്ഷ്യവും. നിങ്ങൾക്കും ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ blueprintstrategies.ai ബന്ധപ്പെടുക. mgr@blueprintstrategies.ai എന്ന ഇമെയിലിലോ 080420416002 എന്ന നമ്പറിലോ വിളിക്കാം. ഓർക്കുക, രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യമുണ്ട്.